ക്ലിയോപാട്ര. ഈ ഒരു പേര് കേട്ടാൽ തന്നെ പ്രപഞ്ചത്തിലെ തന്നെ വളരെ മനോഹരമായ രണ്ട് കണ്ണുകളും, കണ്ടയുടനെ ഇത്ര സുന്ദരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വശീകരിക്കുന്ന സൗന്ദര്യവും, അത്ഭുതപ്പെടുത്തുന്ന അവരുടെ അലങ്കാരവും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ പറ്റിച്ചത് മറ്റാരുമല്ല, ക്ലിയോപാട്ര തന്നെയാണ്. മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ ക്ലിയോപാട്ര സത്യത്തിൽ സുന്ദരിയായിരുന്നു എന്നുള്ളതിന് ഇന്നുവരെയും യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. ക്ലിയോപാട്രയുടെ സൗന്ദര്യമുള്ള രൂപത്തെക്കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം അവർ മരിച്ച് പല 100 വർഷങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. പറഞ്ഞു വന്നാൽ ക്ലിയോപാട്ര തന്നെ ലോകത്തിലെ തന്നെ സൗന്ദര്യ റാണിയായി എല്ലാവരും കരുതണം എന്നതിനു വേണ്ടി ഈജിപ്ത് ദൈവമെന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നിരിക്കാം. സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും തന്നെ സുന്ദരിയാക്കാൻ മാത്രമേ ക്ലിയോപാട്ര ശ്രമിച്ചിട്ടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ സുന്ദരിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ അവർ സുന്ദരിയായിരുന്നു, എന്നാൽ സൗന്ദര്യ റാണിയൊന്നുമല്ല എന്നുള്ളതിനും തെളിവുണ്ട്. ഈ ഒരു കോയിൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപം കറക്റ്റ് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച അതേ ക്ലിയോപാട്രയുടെ രൂപമാണ്. വലിയ കണ്ണുകൾ പുറത്തേക്ക് വന്നതുപോലെ, നീണ്ട മൂക്കുകൾ താഴേക്ക് വന്നതുപോലെ, വളരെ ദേഷ്യമുള്ള മുഖം പോലെ തോന്നിപ്പിക്കുന്ന ഒരു രൂപം. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും യാഥാർത്ഥ്യത്തിന് എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ തന്നെ കാണുക. ഇവയ്ക്കെല്ലാം അപ്പുറം ക്ലിയോപാട്ര വിവാഹം കഴിച്ച 3 ഭർത്താക്കന്മാരെക്കുറിച്ചും നമ്മൾ അറിയണം. അതെ, ക്ലിയോപാട്ര 3 പേരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ സത്യത്തിൽ ക്ലിയോപാട്ര സുന്ദരിയാണോ ഇല്ലയോ എന്നുള്ളതും അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ സൗന്ദര്യ റാണിയായ ക്ലിയോപാട്രയെക്കുറിച്ച് വളരെ വിചിത്രമായ 7 സത്യങ്ങളാണ് അറിയാൻ പോകുന്നത്. ഏഴാമത്തെ ഫാക്ട്, BC 69. ഇതാണ് ദ ഗ്രേറ്റ് ക്ലിയോപാട്ര ജനിച്ച വർഷം. ഇവരെ ഗ്രേറ്റ് ക്ലിയോപാട്ര എന്ന് ഞാൻ പറയാൻ കാരണം, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് പേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് ക്ലിയോപാട്ര എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം അവർ തൻ്റെ 16-ാം വയസ്സ് മുതൽ ഒരു നാടിനെ ഭരിക്കാൻ തുടങ്ങി. ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, മിഡിയൻ, പാർട്ടിയൻ, സിറിയാക്, എത്യോപ്യൻ, ഹീബ്രു, ഇങ്ങനെ 7 ഭാഷയോളം അറിയാം. അതുകൂടാതെ ക്ലിയോപാട്ര ഒരു വലിയ ബ്യൂട്ടീഷ്യനും കെമിക്കൽ എക്സ്പേർട്ട്, പറഞ്ഞു വന്നാൽ സ്വന്തമായൊരു ബിയർ ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം. അവർ സുന്ദരി ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് അവരുടെ ബുദ്ധി, കഴിവ്, വ്യക്തിത്വം ഇവയൊക്കെയാണ് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെക്കുറിച്ച് സംസാരിക്കാൻ കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ആറാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് എന്തെന്ന് നോക്കിയാൽ, ചരിത്ര താളുകൾ മറിച്ചു നോക്കിയാൽ ക്ലിയോപാട്ര അവരുടെ ജീവിതത്തിൽ 3 പേര് വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹം ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി തൻ്റെ 10 വയസ്സുള്ള സഹോദരനെ തന്നെ ക്ലിയോപാട്ര വിവാഹം കഴിച്ചു. ഇത് ഇപ്പോൾ കേൾക്കാൻ വളരെ വിചിത്രമായി തോന്നിയാലും അന്നത്തെ കാലത്ത് ഈജിപ്ത് രാജാക്കന്മാരുടെ ആ ഒരു കുടുംബത്തിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിരുന്നു. അടുത്തത് ക്ലിയോപാട്ര ജൂലിയസ് സീസറിനെ വിവാഹം കഴിച്ചു. ഇതിലുള്ള വളരെ അത്ഭുതപ്പെടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ജൂലിയസ് സീസറിനെ വിവാഹം കഴിക്കുമ്പോൾ ക്ലിയോപാട്രയ്ക്ക് വയസ്സ് 21 ആയിരുന്നു. സീസറിന് വയസ്സ് 52. കൂടാതെ ഇവർക്ക് സീസർ എന്ന ഒരു മകനും ജനിച്ചു. അവസാനിച്ചില്ല, ഇനിയുമുണ്ട്. അവസാനമായി ക്ലിയോപാട്ര വിവാഹം കഴിച്ചത് മാർക്ക് ആന്റണി. മാർക്ക് ആന്റണി റോം രാജഭരണത്തിന് കീഴിൽ ജോലി ചെയ്ത ഒരു മികച്ച ആർമി കമാൻഡർ ആയിരുന്നു. ചരിത്രത്തിലൂടെ കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്ലിയോപാട്ര സീസറെക്കാട്ടിലും മാർക്ക് ആന്റണി ആയിരുന്നു കൂടുതലും പ്രണയിച്ചിരുന്നത്. ഈ ബന്ധത്തിലൂടെ അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇതിനപ്പുറം വളരെ രസകരമായ മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ക്ലിയോപാട്രയെ വിവാഹം കഴിച്ച 3 പുരുഷന്മാരും വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ വർഷം തന്നെ മരിക്കുന്നു. 5-ാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് എന്തെന്ന് ചോദിച്ചാൽ, ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും ഒരു ബെറ്റ് വയ്ക്കുന്നു. ഈ ബെറ്റിൽ ക്ലിയോപാട്ര പറഞ്ഞത്, നാളെ ഈ ലോകത്തിൽ ആരും തന്നെ ചെയ്യാത്ത ഒരു ഭക്ഷണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. ശരിയായി 1764 പൗണ്ട്സ് ഓഫ് ഗോൾഡിന്റെ വിലയ്ക്ക് തുല്യമായ ഒരു ഭക്ഷണം ഞാൻ തയ്യാറാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ മാർക്ക് ആന്റണി ചിരിച്ചുകൊണ്ട്, എത്ര തന്നെ വിലമതിക്കാനാകാത്തത് ചെയ്താലും ഒരു തവണ കഴിക്കുന്ന ഭക്ഷണത്തിന് അത്രയൊന്നും ചിലവാകില്ല എന്ന് പറഞ്ഞ് ക്ലിയോപാട്ര പറഞ്ഞതിന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇപ്പോൾ ക്ലിയോപാട്രയുടെ വേലക്കാരി ഒരു ഗ്ലാസ് നിറയെ വിനീഗർ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ക്ലിയോപാട്രയുടെ അടുത്ത് വെച്ചു. ഇപ്പോൾ ക്ലിയോപാട്ര ആന്റണിയെ നോക്കി ചിരിച്ചു.
എന്നിട്ട് തൻ്റെ ഒരു കാതിൽ തൂങ്ങിക്കിടന്ന കമ്മലിലെ ഒരു മുത്തെടുത്ത് ആ ഒരു വിനീഗറിലിട്ടു. അപ്പം തന്നെ ആ വിനീഗറിൽ ആ ഒരു മുത്ത് അലിഞ്ഞു പോകുന്നു. സയന്റിഫിക്കലായി നോക്കിയാൽ പോലും വിനീഗറിൽ മുത്തിട്ടാൽ തീർച്ചയായും അത് അലിഞ്ഞു പോകും. അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്നാൽ ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ക്ലിയോപാട്ര കെമിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം എക്സ്പേർട്ട് ആയിരുന്നുവെന്ന്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ദഹനത്തിന് വേണ്ടി ക്ലിയോപാട്ര ഇത് എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു. ഇത് കണ്ട മാർക്ക് ആന്റണിയും തൻ്റെ തോൽവി സമ്മതിച്ചു. കാരണം ക്ലിയോപാട്രയുടെ കാതിലുണ്ടായിരുന്ന കമ്മലിലെ ആ ഒരു മുത്ത് ആ സമയത്ത് ലോകത്തിൽ ഏറ്റവും വിലമതിക്കാനാകാത്തൊരു മുത്തായിരുന്നു. ചരിത്രത്തിൽ ഇത്രയും എക്സ്പെൻസീവായ ഭക്ഷണം കഴിച്ചത് ക്ലിയോപാട്ര മാത്രമായിരിക്കും. നാലാമത്തെ വിചിത്രമായ കാര്യം എന്തെന്ന് നോക്കിയാൽ അവർ അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ അറിഞ്ഞിടത്തോളം ആരും വെറും സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ഇത്രയും ചിലവാക്കിയിട്ടുണ്ടാകില്ല. രാജ്യത്ത് വരുന്ന വരുമാനത്തിൽ 60% സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ചിലവാക്കിയത് ക്ലിയോപാട്ര മാത്രമാണ്. ചിന്തിച്ചു നോക്കുക, 60% ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം. ബാക്കിയുള്ള 40% രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങൾക്കും വേണ്ടി ചിലവാക്കിയത്. അങ്ങനെ ക്ലിയോപാട്ര അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ കുളിക്കുമായിരുന്നു. സാധാരണയായി കുളിച്ചതല്ല, കഴുതപ്പാല് കൊണ്ടായിരുന്നു കുളിച്ചിരുന്നത്. കേൾക്കാൻ ഒരു തമാശയായി തോന്നിയാലും ദിവസവും 1000 കഴുതകളുടെ പാല് രാവിലെ തന്നെ ആ രാജകൊട്ടാരത്തിനുള്ളിലേക്ക് പോകും. കഴുതപ്പാലിൽ കുളിക്കുന്നത് മൂലം സൗന്ദര്യം വർദ്ധിക്കുമെന്നും വയസ്സാകുന്നത് തടയുമെന്നും ക്ലിയോപാട്ര ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൂടാതെ ക്ലിയോപാട്രയുടെ സൗന്ദര്യം സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. ഇവയ്ക്കപ്പുറം ക്ലിയോപാട്രയുടെ പക്കൽ ഒരു വലിയ പെർഫ്യൂം ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു. യൗവനമായി എങ്ങനെ തുടരാമെന്നുള്ളതിന് ഒരു പുസ്തകം തന്നെ അവർ എഴുതി. എന്നാൽ ഇതിൽ വളരെ തമാശയുള്ളൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഇത്രയേറെ ശ്രദ്ധിച്ച ക്ലിയോപാട്ര തൻ്റെ 39-ാം വയസ്സിൽ തന്നെ മരിച്ചു. അതിനെക്കുറിച്ച് അവസാനം കാണാം. അടുത്ത ഫാക്റ്റിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ കാര്യം, അറിയുമ്പോഴാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ക്ലിയോപാട്ര എത്രത്തോളം ധൈര്യശാലിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന് മനസ്സിലാക്കുക, തൻ്റെ 21-ാം വയസ്സിൽ ക്ലിയോപാട്ര ഈജിപ്തിൽ നിന്നും തൻ്റെ സഹോദരൻ കാരണം പുറത്താക്കപ്പെടുന്നു. എങ്ങനെയെങ്കിലും വീണ്ടും ആ ഒരു ഭരണം തൻ്റെ കീഴിലാക്കാനായി ജൂലിയസ് സീസറിനോട് സഹായം ചോദിക്കാനായി ക്ലിയോപാട്ര തീരുമാനിച്ചു. എന്നാൽ സീസറിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സെക്യൂരിറ്റി ഫോഴ്സിനെ കടന്നു പോകണം. ഈ സമയത്ത് ക്ലിയോപാട്രയ്ക്ക് ഒരേയൊരു വേലക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ഉപയോഗിച്ച് ഒരു വലിയ കാർപ്പറ്റ് എടുക്കുകയും അതിന് മുകളിൽ തന്നെ മുഴുവനായും കവർ ചെയ്ത് ഈജിപ്തിൽ നിന്നും അയച്ച ഒരു ഗിഫ്റ്റ് പോലെ റോം വഴി യാത്ര ചെയ്തു വന്നു. ഗിഫ്റ്റ് ഡെലിവറി ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സീസറിന് അത് വലിയ ഞെട്ടലായി. ഉള്ളിൽ സമ്മാനമായി ഉണ്ടായിരുന്നത് ക്ലിയോപാട്ര ആയിരുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് 52 വയസ്സുള്ള സീസർ പോലും മയങ്ങുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് 21-52 ഈ വയസ്സ് വ്യത്യാസത്തിൽ പ്രണയമുണ്ടാകുന്നത്. ഇപ്പോൾ ക്ലിയോപാട്ര സീസറിനോട് സഹായം ചോദിക്കുന്നു. സീസറും ക്ലിയോപാട്രയുടെ സഹോദരനെ കൊന്നിട്ട് വീണ്ടും ക്ലിയോപാട്രയെ ഭരണാധികാരിയാക്കി. ഇവിടെ ക്ലിയോപാട്രയുടെ ബുദ്ധിയും ധൈര്യവും നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അറിയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാം. ഇത്രയും സമയം നമ്മൾ കണ്ട ക്ലിയോപാട്ര ഈജിപ്തിലെ 7ാമത്തെ ക്ലിയോപാട്ര ആയിരുന്നു. ചരിത്രത്തിൽ മൊത്തം 7 ക്ലിയോപാട്ര ഉണ്ടായിരുന്നു. ഇവർക്ക് മുൻപ് ഈജിപ്തിൽ 6 പേർ ജീവിച്ചിരുന്നു. അതുകൂടാതെ 7ാമത്തെ ക്ലിയോപാട്രയാണ് ഈജിപ്തിലെ അവസാനത്തെ സ്ത്രീ ഭരണാധികാരി. ക്ലിയോപാട്രയ്ക്ക് ശേഷം ഈജിപ്ത് റൊമാനിയയുടെ കയ്യിലേക്ക് പോകുന്നു. അവസാനത്തെ ഫാക്ട്, The mysterious death of Cleopatra. യുദ്ധത്തിൽ മാർക്ക് ആന്റണി ജൂലിയസ് സീസറിന്റെ ആദ്യത്തെ മകൻ കാരണം മരിക്കുന്നു. ഇപ്പോൾ ക്ലിയോപാട്രയ്ക്ക് തൻ്റെ ലോകം തന്നെ ഇരുണ്ടുപോയി. കാരണം അവൾ ഒരുപാട് പ്രണയിച്ചത് മാർക്ക് ആന്റണി ആയിരുന്നു. ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ നഷ്ടം, താങ്ങാനാകാത്ത ദുഃഖം. മറ്റൊരു ഭാഗത്ത് ഈജിപ്ത് ഇനി തൻ്റെ കൈകളിലായിരിക്കില്ല, റൊമാനിയയുടെ കൈകളിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് അവൾക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ ദുഃഖത്തിൻ്റെ തീവ്രതയിലേക്ക് പോയ അവൾ വളരെ വിഷം കൂടിയ ഒരു ഈജിപ്ത് കോബ്ര എടുത്ത് തൻ്റെ ശരീരത്തിൽ കടിക്കാനായി അവൾ അനുവദിച്ചു. ശരീരം മുഴുവനും വിഷം പടർന്ന് അവൾ മരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു കള്ളമാണ്.
നിങ്ങളെപ്പോലെ തന്നെ ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. ഒരുപാട് എക്സ്പേർട്സ് പറയുന്നത് ക്ലിയോപാട്ര തൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാമ്പ് കടിച്ച് വിഷം കയറി സൗന്ദര്യം നശിച്ച രീതിയിൽ അവൾ മരിക്കാൻ ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ അവൾ വിഷം നേരിട്ട് കഴിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ എങ്ങനെ ക്ലിയോപാട്ര മരിച്ചു എന്നുള്ളത് ഇന്നും വലിയൊരു രഹസ്യം തന്നെയാണ്. ഇതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ക്ലിയോപാട്ര ഒരു ഈജിപ്ത് ബോറോ കിങ് ആയിരുന്നു. വിധിപ്രകാരം അവരുടെ ശരീരം എംബാമിംഗ് ചെയ്ത് കല്ലറയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഇന്നുവരെയും ക്ലിയോപാട്രയുടെ ശരീരം ആർക്കിയോളജിസ്റ്റ് എവിടെ തിരിഞ്ഞിട്ടും കിട്ടിയില്ല. അവർ തൻ്റെ 39-ാം വയസ്സിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് വലിയൊരു നിഗൂഢമായ കാര്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേയൊരു കാര്യം ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഹൈലി നോളജബിൾ ബ്യൂട്ടി ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.